നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുത്സവവുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായി നൽകി വന്നിരുന്ന പോലീസ് ഗാർഡ് ഓഫ് ഓണർ സർക്കാർ പിൻവലിച്ചതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഭക്തരുടെ നാമജപ പ്രതിഷേധ ഘോഷയാത്രയും പ്രതിഷേധ ധർണയും നടന്നു. ഹരേ കൃഷ്ണ ഹരേ വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഗമ്യം വന്ദേ വിഷ്ണും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കിയതിനെതിരെയാണ് നാം ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർജി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ് ജിയാണ്. അദ്ദേഹത്തെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് കേരളത്തിലെ ആചാരങ്ങൾ, ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ നിശ്ചയിക്കുന്ന ഒരവസ്ഥയിലാണ്. ഹിന്ദുവിന്റെ ആരാധന എങ്ങനെയായിരിക്കണം, അനുഷ്ഠാനം നിശ്ചയിക്കുന്നത് ഇവിടുത്തെ പോലീസായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ കോടതികളായിരിക്കും. മാറി മാറി വരുന്ന ഇവിടുത്തെ ഇടത് വലത് മുന്നണി ഗവൺമെന്റുകൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പാരമ്പര്യമായിട്ട് ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ധ്വംസിക്കുന്നതിനും അതിനെ അപകീർത്തികരമായ രീതിയിൽ നടപടികൾ കൊണ്ട് അപകീർത്തിപ്പെടുത്തുന്ന നിലപാടും അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തജന സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേരളക്കരയിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്ന് മുഴുവൻ കേരളക്കരയെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ധർമ്മ സമരത്തിന്റെ തുടക്കം കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സംഗമം സംഘടിപ്പിച്ചത് എന്ന് തുടക്കത്തിലെ തന്നെ സൂചിപ്പിക്കുകയാണ്. തിരുവിതാംകൂറിന്റെ പരിധിയിൽ വരുന്ന മഹാക്ഷേത്രങ്ങൾക്ക് അനാദികാലം തൊട്ട് ആ ഏത് കാലഘട്ടത്തിലാണ് ഈ ഗാർഡ് ഓഫ് ഓണർ എന്ന് പറയുന്ന ആദരവ് ഈശ്വര സങ്കല്പത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഈ ഗവൺമെന്റ് അത് മതേതര ഗവൺമെന്റാണ് എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ഹിന്ദുവിന്റെ ഈ ആചാരത്തെ വേണ്ട എന്ന് വെക്കുന്നു. അങ്ങനെ വേണ്ട എന്ന് വെക്കുന്ന ഈ ഗവൺമെന്റിനോട് ഇവര് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും വേണോ എന്ന് അവരെ വേണോ എന്ന് തീരുമാനിക്കുള്ള അവകാശം അത് ഭരണഘടനാദത്തമായ രീതിയിൽ ഈശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബാധിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് അവകാശമുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വേദി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്.